നമ്മൾ ഇന്നലെ ചെയ്ത ടൈപ്പിലുള്ള ഒരു പ്രോബ്ലം കൂടി നോക്കൂ. ഗിവൺ റൂട്ട് 2 = 1.4142. ഫൈൻഡ് ദ വാല്യൂ ഓഫ് അണ്ടർ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് 2 - 1 ബൈ സ്ക്വയർ റൂട്ട് 2 + 1. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത മാതിരി ഡിനോമിനേറ്ററിനെ റേഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ ഡിനോമിനേറ്റർ വന്നത് റൂട്ട് 2 + 1 ആണല്ലോ. അപ്പോൾ ഈ സ്ക്വയർ റൂട്ടിന്റെ അകത്ത് കൂടിയാണെന്ന് ഓർക്കണം. ഈ റൂട്ട് 2 + 1 ഡിനോമിനേറ്ററിലുള്ളത് സ്ക്വയർ റൂട്ടിന്റെ അകത്താണ്. അപ്പോൾ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് 2 - 1 ആണല്ലോ. അതിന്റെ യൂണിറ്റ് കൺവേർഷൻ ഫാക്ടർ കൊണ്ട് ഇതിന്റെ അകത്തിട്ടിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ, പുറത്തല്ല. റൂട്ട് 2 - 1 ഡിവൈഡ് ബൈ റൂട്ട് 2 - 1. ഈ സ്ക്വയർ റൂട്ടിന്റെ സ്ക്വയർ റൂട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിന്റെ അകത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ വി കണ്ടിന്യൂ ടു ഹാവ് ദ കോമൺ സ്ക്വയർ റൂട്ട് അണ്ടർ റൂട്ട്. അപ്പൊ എന്ത് വരും നോക്കൂ. റൂട്ട് 2 - 1 ഡിവൈഡ് ബൈ റൂട്ട് 2 + 1 ഇൻറ്റു റൂട്ട് 2 - 1 ഡിവൈഡ് ബൈ റൂട്ട് 2 - 1 ബിക്കോസ് ഇറ്റ് ഇസ് 1. അപ്പോൾ ന്യൂമറേറ്റർ എന്താവും? റൂട്ട് 2 - 1 ഇൻറ്റു റൂട്ട് 2 - 1. സോ അണ്ടർ റൂട്ട് സ്ക്വയർ റൂട്ട് 2 - 1 ഹോൾ സ്ക്വയർ. ആൻഡ് ഡിനോമിനേറ്റർ എന്താവും? റൂട്ട് 2 + 1 ഇൻറ്റു റൂട്ട് 2 - 1 a + b ഇൻറ്റു a - b a² - b². ഇവിടെ റൂട്ട് 2² - 1² ആവും. ഇനി നോക്കൂ, ഇത് റൂട്ട് 2വിന്റെ അകത്താണ് സ്ക്വയർ ടേം. അപ്പൊ അത് സ്ക്വയർ ഇല്ലാതെ നമുക്ക് കിട്ടും അല്ലെ. ഇനി ഡിനോമിനേറ്ററോ റൂട്ട് 2 - 1 റൂട്ട് 2² - 1 എത്രയാ? റൂട്ട് 2² - 1 റൂട്ട് 2² എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 - 1² 1 ആണ്. 2 - 1 ആവും അല്ലേ. ഇങ്ങനെ വരും. അപ്പൊ അതെന്താ? 2 - 1 1 ആണ്. അണ്ടർ റൂട്ട് 1 എന്താ? 1 ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് വരും? റൂട്ട് 2 - 1 എന്ന് മാത്രമായിട്ട് ഈ ആൻസർ ചുരുങ്ങും. പക്ഷെ റൂട്ട് 2യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അത് 1.4142 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. -1. സോ യുവർ ഫൈനൽ ആൻസർ വിൽ ബി 0.4142. പറഞ്ഞ മനസ്സിലായാലും ഇത് ശരിക്കും ഓപ്ഷനിലാണ് ചോദ്യം. അത് ഞാൻ ഓപ്ഷൻ എഴുതിയില്ല എന്നേ ഉള്ളൂ. അതിൽ ഈ ഓപ്ഷനാണ് ശരിയായിട്ട് വരിക എന്നർത്ഥം. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 4th root of 81, 8 into 3rd root of 216 and 15 into 5th root of 32 plus under root square root 225. ഇത്തരം പ്രോബ്ലം നമ്മൾ ഈ വാല്യൂസിനോടുള്ള ഫെമിലിയാരിറ്റി വഴിയാണ് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, ചില വാല്യൂ എങ്കിലും നമുക്ക് ഫെമിലിയർ ആണെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 81 എന്ന വാല്യൂ നമുക്കറിയാം 9 × 9 81 ആണെന്ന് അറിയാം. ഇനി ഓരോ 9ഉം 3 × 3 ആണല്ലോ. അപ്പൊ ബലത്തിലെ 81 എന്ന് പറഞ്ഞാൽ 3 × 3 × 3 × 3 ആണല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ഇതിന് 3⁴ ആണ് 81 ഇൻറ്റു 4th റൂട്ട് എന്ന് പറയുമ്പോൾ 3⁴ ഇൻറ്റു 1/4 എന്ന് വരും അല്ലേ. കാരണം പവറിനും പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം, അതുകൊണ്ട് ശരിയാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ടേം ഇങ്ങനെയും ആവും. ഇനി രണ്ടാമത്തതിനും ഇതേ ലോജിക്കാണ്. ഈ 260 എന്നുള്ളത് 6 × 6 × 6. പല പ്രോബ്ലങ്ങളും അത് റിക്കർ ചെയ്യുന്നതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. 6 × 6 36, 36 × 6 216 ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 260 എന്ന് പറഞ്ഞാൽ 6⁻³ അല്ലേ. അപ്പൊ ഇവിടെ ചെയ്ത മാതിരി നമുക്ക് ഈ 8 അവിടെ തന്നെ ഉണ്ട്. 8 × 6⁻3 ഹോൾ ടു ദ പവർ 1/3. അപ്പൊ 3 × 1/3 എന്ന് ഇവിടെയും വരും അല്ലെ. അതേ ലോജിക്ക് വെച്ചിട്ട് ഇതേ ലോജിക്ക് വെച്ചിട്ട് മൂന്നാമത്തത് 15. അത് വളരെ എളുപ്പമാണ്. 32 എന്ന് പറഞ്ഞാൽ 2⁵ ആണ്. അതിന്റെ 5th റൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 × 1/5 എന്നാണ് അവിടെ പവർ വരിക. ശരിയല്ല. അവസാനത്തത് സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 15² ആണ് 225 എന്ന ഫെമിലിയാരിറ്റി നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയണം. അങ്ങനെ ആകുമ്പോഴേ പെട്ടെന്ന് ഉത്തരവും കിട്ടുന്നുള്ളൂ. ഇല്ലെങ്കിൽ കുറേ നേരം അങ്ങനെ ചിലവാകും. നോക്കൂ, 15² × 1/2 എന്നാണ് അവിടെയും വരുന്നത് അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ 4 × 1/4 1 ആണ്. ഇവിടെ 3 × 1/3 1 ആണ്. ഇവിടെ 5 × 1/5 1 ആണ്. ഇവിടെ 2 × 1/2 1 ആണ്. അപ്പൊ അത് എന്തായി ചുരുങ്ങും? 3 - 8 × 6 പ്ലസ് 15 × 2 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ 3 - 48 പ്ലസ് 30 പ്ലസ് 15. 30 × 15 45 3 48. 48 - 48 0 എന്ന ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, മനസ്സിലായോ?
ഏകദേശം അതേപോലെയുള്ള വേറൊരു പ്രോബ്ലം ആണത്. നോക്കൂ, 4 ഡിവൈഡ് ബൈ 216 to the power minus 2/3 plus 1 by 256 to the power minus 3/4 plus 2 by 243 to the power of minus 1/5. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡിനോമിനേറ്ററിലുള്ള ടേംസിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുക. അപ്പം മൈനസ് സൈൻ പ്ലസ് സൈൻ ആയി മാറും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4 into 216 to the power plus 2/3. സിമിലർലി 1 ആണ്, അപ്പൊ അത് എഴുതുന്നില്ല. 256 to the power 3/4 മൈനസ് 3/4 3/4 ആയിട്ട് മാറും. സിമിലർലി ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. 2 into 243 to the power of 1/5 മൈനസ് 1/5 പ്ലസ് 1/5 ആയി മാറും. ഇനി നമ്മളെ പരിചയമാണ് ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ. നമുക്കറിയാം 6 ക്യൂബ് ആണ് 216, 6 into 6 into 6 അല്ലെ. അപ്പൊ നമ്മൾ അതിനെ 4 into 6 ക്യൂബ് ടു ദ പവർ 2/3 പറഞ്ഞാൽ 3 into 2/3 എന്ന് വരും അല്ലെ. അതേമാതിരി നോക്കൂ, 16ന്റെ സ്ക്വയർ ആണ് 256, 16ന്റെ സ്ക്വയർ. പക്ഷെ 16 എന്താ 4 into 4 ആണ്. അപ്പൊ 4ന്റെ 4th പവർ ആണ് 256. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4 to the power 3/4 അഥവാ 4 to the power 4 into 3/4 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇവിടെ വീണ്ടും നമ്മളെ പരിചയമാണ് നമ്മളെ സഹായിക്കുന്നത്. 3 into 3 3ന്റെ 5th പവർ ആണ് 243. 3 9 9 81 into 3 ആണ് 243. അങ്ങനെ 3 into 3 into അങ്ങനെ ചെയ്യുന്നേക്കാൾ നല്ലത് 3 into 3 9 ആണ്. അങ്ങനത്തെ 2 3 into 3 ചെയ്താൽ വീണ്ടും 9 into 9 എന്ന് വരും, 81 എന്ന് കിട്ടും. 81നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 243 കിട്ടണം. അപ്പൊ ടോട്ടൽ പവർ 5 3ന്റെ അല്ലേ. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 to the power 5 into 1/5. ഇത് എത്ര സ്പീഡിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു എന്നുള്ളത്. പറഞ്ഞ മനസ്സിലായി? അത് ഫെമിലിയാരിറ്റിയിൽ നിന്നാണ് അത് പെട്ടെന്ന് വരുന്നത്. കുറേ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഐഡിയ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്. എത്രാമത്തെ പവറിന് എന്ത് വാല്യൂ കിട്ടും എന്നുള്ളത് കേട്ടോ. വെരി ഹ്യൂജ് പവർ ഒന്നും ചോദിക്കില്ല. 3 4 5 ഒക്കെ പവർ വരുന്നത് വന്നേക്കാം. അപ്പൊ ഈ ടേം എന്തായി? 3 3 വെട്ടിപ്പോയി 6 to the power 2 എന്നായി. അപ്പൊ പിന്നെ ഞാനത് എടുത്ത് എഴുതിയിട്ടില്ല. അപ്പൊ അത് 6 to the power 2 36 ആയിട്ട് ഞാൻ നേരെ 4 into 36 എന്ന് എഴുതി. അതേമാതിരി ഇവിടെ 4 4 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 4 to the power 3 4 into 4 into 4 16 into 4 64 ആണ് നമുക്കറിയാം. അതേമാതിരി ഇവിടെ 5 5 വെട്ടിപ്പോയി 2 into 3 എന്ന് മാത്രമേ അവശേഷിക്കുള്ളൂ. അപ്പൊ അത് 6 ആയി. അപ്പോ ഇത് 4 into 36 4 6 24 4 3 144 12ന്റെ സ്ക്വയർ ആണ് 4 into 36 144 പ്ലസ് 64 6 70 144 70 കൂട്ടിയാൽ 214 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇത് പ്രോബ്ലം അല്ല, ഒരു ജനറൽ ഇൻഫർമേഷൻ പറയാണ്. ഇപ്പോൾ 1 അവസാനിക്കുന്ന സംഖ്യകൾ 1 11 21 30 എത്ര ഡിജിറ്റ് ഉണ്ടെങ്കിലും ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് 1 ആണെന്ന് കരുതുക. 1 ആണെങ്കിലും ശരി, 11 ആണെങ്കിലും ശരി, 110 എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, n ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള പവർ ആണെന്നും കരുതുക. അപ്പോൾ നമുക്കപ്പോൾ 11 ആണെങ്കിൽ 11 into 11 into 11 ഇത് into 11 അങ്ങനെയല്ലേ പോകുള്ളൂ. അപ്പോൾ അതിന്റെ ഏത് പവർ ആണെങ്കിലും ഓൾവേസ് എൻഡ്സ് ഇൻ 1 ആണ്, 1ലാണ് എൻഡ് ചെയ്യുക. ഓക്കെ, നേരെ മറിച്ചിട്ട് 2ൽ എൻഡ് ചെയ്യുന്ന സംഖ്യകൾ 12 22 32 ഒക്കെ ആണെങ്കിൽ അത് 2 into 2 പിന്നെ അടുത്തതിന് വീണ്ടും ഒരു 2 എന്ന് വരും. അങ്ങനെയല്ല വരിക. അപ്പൊ അതിന് ക്രമത്തിലല്ല, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 4 8 6 2 എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ 2 4 6 8 എന്നുള്ളത് ആണ് വരുന്നത്. ക്രമത്തിൽ വരുന്ന ക്രമം ഇതാണ്: 4 8 6 2 4 8 6 2. ഓരോ പുതിയ 2 കൊണ്ട് ഗുണിക്കുമ്പോഴും അങ്ങനെയാണ് ലാസ്റ്റ് നമ്പർ മാറിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് നമ്പർ കിട്ടുന്ന റിസൾട്ടിന്റെ ലാസ്റ്റ് നമ്പറാണ് ഞാൻ എഴുതിയത്. അത് മാറുന്ന ക്രമം 4 8 6 2 4 8 6 2. നേരെ മറിച്ചിട്ട് 3ന്റെ ലാസ്റ്റ് നമ്പർ 3 വരുന്നതിന്റെ 3 into 3 ഈ വീണ്ടും into 3 അങ്ങനെ ചെയ്തു പോയാൽ അവിടെ അത് മാറുന്നത് ഇത് ഈവൺ നമ്പർ മാത്രം ആണെങ്കിൽ ഇവിടെ ഓഡ് നമ്പർ മാത്രമായിട്ടുള്ള 9 7 9 7 1 3 5 ഇല്ല കേട്ടോ, 5 ഇല്ല, 1 3 7 9 എന്നുള്ളതിലാണ് 3ന്റെ പവേഴ്സ് റിക്കർ ചെയ്യാം. ഈ ക്രമത്തിൽ 9713 9713 അങ്ങനെ റിക്കർ ചെയ്യും. ഇനി 4ൽ എൻഡ് ചെയ്യുന്ന സംഖ്യകൾ നമ്മൾ nth പവർ കണ്ട ഏത് പവർ ആണെങ്കിലും അതിൽ 6 4 മാത്രമാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 6 4 6 4 6 4. പറഞ്ഞ മനസ്സിലായല്ലോ. 5ലാണെങ്കിലോ എൻഡ് ചെയ്യുന്നത് 5ലാണെങ്കിൽ
റിസൾട്ടും എപ്പോഴും 5-ലേ എൻഡ് ചെയ്യുള്ളൂ. റിസൾട്ടും എപ്പോഴും 5-ലേ എൻഡ് ചെയ്യുള്ളൂ. 6-ലാണെങ്കിലോ അതിന്റെ റിസൾട്ട് എപ്പോഴും 6 36 36 × 6 അനദർ 6 216 അങ്ങനെ വരുള്ളൂ. അപ്പൊ 6-ൽ എൻഡ് ചെയ്യുന്നത് 6-ൽ മാത്രം. 7-ൽ എൻഡ് ചെയ്യുന്നതോ 7-ൽ എൻഡ് ചെയ്യുന്നത് 9 3 1 7. ആദ്യം 7 49 49 × 7 3-ൽ എൻഡ് ചെയ്യും. വീണ്ടും 7 കൊണ്ട് കുടിച്ചാൽ 1-ൽ എൻഡ് ചെയ്യും. വീണ്ടും എൻഡ് മൾട്ടിപ്ലൈ 7-ൽ എൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 3-നും 7-നും ഒരേ എൻഡിങ് നമ്പേഴ്സ് ആണ് വരുന്നത്. 9 7 1 3 ക്രമം മാത്രമാണ് വ്യത്യാസമുള്ളത് 3-നും 7-നും. ഇനി 18 28 8-ൽ എൻഡ് ചെയ്യുന്നതാണെങ്കിൽ 4 2 6 8 4 2 6 8 ഏതിന്റെ തന്നെ 2-ൽ എൻഡ് ചെയ്യുന്നതിനും 8-ൽ എൻഡ് ചെയ്യുന്നതിനും എൻഡിങ് ഡിജിറ്റ് റിസൾട്ടിന്റെ എൻഡിങ് ഡിജിറ്റ് 2 4 6 8 എന്നുള്ള ഈവൺ നമ്പറാണ്. 9-ൽ എൻഡ് ചെയ്യുന്നതാണെന്ന് കരുതുക. 19 29 39 തുടങ്ങിയിട്ടുള്ളതാണെങ്കിൽ അതിന് ഒന്നുകിൽ 1-ൽ എൻഡ് ചെയ്യും അല്ലെങ്കിൽ 9-ൽ എൻഡ് ചെയ്യും. 1 or 9 ആണ്. ഓക്കെ, ലാസ്റ്റ് 0-ൽ എൻഡ് ചെയ്യുക. 10 20 30. ഇനി വാല്യൂ എൻഡിങ് ഇൻ 0, അത് നമുക്കറിയാം 0-ൽ തന്നെ ആയിരിക്കേണ്ട റിസൾട്ടും എൻഡ് ചെയ്യുക. 0 ഗിവിങ് 0 അല്ലേ. നമുക്കിതൊന്ന് സമ്മറൈസ് ചെയ്യാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊന്ന് സമ്മപ്പ് ചെയ്താൽ അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 0-ൽ എൻഡ് ചെയ്യുന്ന ഏത് സംഖ്യയുടെയും ഒരു നാച്ചുറൽ നമ്പർ പവർ എൻഡ് ചെയ്യുന്ന റിസൾട്ട് എൻഡ് ചെയ്യുക 0-ൽ തന്നെയാണ്. അപ്പൊ 0 എൻഡ് ചെയ്യുന്നതിന് എപ്പോഴും 0-ലേ എൻഡ് ചെയ്യുള്ളൂ. അതേമാതിരി 1-ൽ എൻഡ് ചെയ്യുന്ന ഏത് നാച്ചുറൽ നമ്പറിന്റെയും നാച്ചുറൽ നമ്പർ പവറായി വന്നാൽ അത് 1-ൽ തന്നെയാണ് എൻഡ് ചെയ്യുക. 0 0-ൽ എൻഡ് ചെയ്യും, 1 1-ൽ എൻഡ് ചെയ്യും. നേരെ മറിച്ച് 2-ൽ എൻഡ് ചെയ്യുന്നതും 8-ൽ എൻഡ് ചെയ്യുന്നതും ആണെങ്കിൽ അത് റിസൾട്ട് എൻഡ് ചെയ്യുന്നത് 2-ലാകാം 4-ലാകാം 6-ലാകാം 8-ലാകാം. പറഞ്ഞു മനസ്സിലായല്ലോ. 0-ൽ എൻഡ് ചെയ്യില്ല. 4 ഈവൺ നമ്പർ. മനസ്സിലായല്ലോ. ഓക്കെ, 3-ലോ 7-ലോ 2-ലോ 8-ലോ ആണ് ഇത്. 3-ലോ 7-ലോ ആണെങ്കിൽ അത് 1 3 7 9 ഇതിൽ ഏതിലെങ്കിലും എൻഡ് ചെയ്യും. 7 or 9 1 3 7 9 ഓർക്കാൻ എളുപ്പമുണ്ട് അല്ലെ. ഇതിൽ 5 വരുന്നില്ല എന്നുള്ള ഓർക്കുക. ഇതിൽ 0 വരുന്നില്ല, ഇതിൽ 5 വരുന്നില്ല. പറഞ്ഞ മനസ്സിലായല്ലോ. 3-ലും 7-ലും എൻഡ് ചെയ്താൽ 4-ൽ എൻഡ് ചെയ്താൽ അതിന്റെ പ്രൊഡക്റ്റ് അതിന്റെ പവേഴ്സ് 4-ലോ 6-ലോ എൻഡ് ചെയ്യും. 4-ൽ എൻഡ് ചെയ്താൽ 4-ലോ 6-ലോ ആണ്. 4 × 4 4 × 4 × 4 4 × 4 × 4 × 4 ചെയ്ത് നോക്കി നമുക്ക് തന്നെ മനസ്സിലാവും. 5-ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അത് എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താലും എൻഡ് ചെയ്യുക 5-ലാണ്. പറഞ്ഞ മനസ്സിലായല്ലോ. 6-ൽ എൻഡ് ചെയ്താൽ അത് എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താലും എൻഡ് ചെയ്യുക 6-ലായിരിക്കും. 9-ൽ എൻഡ് ചെയ്താലോ 9-ൽ എൻഡ് ചെയ്താൽ ഒന്നുകിൽ 1-ൽ എൻഡ് ചെയ്യും അല്ലെങ്കിൽ 9-ൽ 9 9 81 അവിടെ തന്നെ 1 വന്നില്ലേ. പിന്നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 9 ആവില്ലേ. അപ്പോൾ 1 9 1 9 എന്ന് മാറി മാറി വരും. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്താൽ തൊട്ട് മുമ്പ് ചെയ്തമായുള്ള പ്രോബ്ലങ്ങളിൽ സാധ്യതകൾ ചെക്ക് ചെയ്യാൻ നമുക്ക് ഇത്തിരി എളുപ്പമുണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഇത് ബൈ ഹാർട്ട് ആക്കിയാൽ മതി. പറഞ്ഞ മനസ്സിലായല്ലോ. ഓക്കെ, വേറൊരു പ്രോബ്ലം. z is equal to 0.064. Find 1/z⁻ 1/3. Okay, 1/z⁻ 1/3 is equal to 0.064 ആണ് അല്ലെ. ഇവിടേക്കാണ് നമ്മുടെ ക്വിക്നെസ്. അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ആ ക്വിക്നെസ് ഇവിടെ എന്ത് ചെയ്യണം വെച്ചാൽ 0.064 നമുക്ക് 64 × 10⁻³ എന്ന് എഴുതാം. ശരിയല്ലേ. ഇനി അപ്പൊ നമ്മൾ ഓർക്കും 64 എന്ന് പറഞ്ഞാൽ 4 × 4 × 4 4³ ആണ് അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പില് 4³ × 10⁻³ എന്ന് എഴുതി ⁻³ 1/3 ആണ് അല്ലെ. ഇനി ഈ പവർ നമ്മൾ ഇതിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വന്നു? 1/4³ 3 × 1/3 10⁻³ -3 × 1/3 3 × 1/3 1 ആണ്. അപ്പൊ അത് ഡിനോമിനേറ്ററിൽ ഇവിടെ 4 മാത്രമായി മാറും. -3 × 1/3 -1 ആണ്. അപ്പൊ എന്ത് വന്നു? നമ്മുടെ റിസൾട്ട് 1/4 × 10⁻⁻1. ഇതിൽ 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ് നമുക്കറിയാം. 10⁻⁻1 ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ 10 ആണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ റിസൾട്ട് 0.25 × 10 അഥവാ 2.5 എന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കൂ. ഇവാലുവേറ്റ് 15 ഡിവൈഡ് ബൈ √10 പ്ലസ് √20 പ്ലസ് √40 മൈനസ് √5 മൈനസ് √80. നമുക്ക് √5ന്റെ √10ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് നമ്മളെ ഉത്തരം കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് റീറൈറ്റ് ചെയ്യാണ്. 15 അങ്ങനെ തന്നെ. √10 കാരണം √10ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 20 എന്നുള്ളത് 2
ഇൻറ്റു 10 അണ്ടർ റൂട്ട് 2 ഇൻറ്റു 10 ആണ് അല്ലേ. അതിൽ അല്ല ഐ എം സോറി 4 ഇൻറ്റു 5 എന്ന് എടുക്കുക, 2 ഇൻറ്റു 10 എടുക്കരുത്. കാരണം 2 ഇൻറ്റു 10 എടുത്താൽ റൂട്ട് 2 റൂട്ട് 10 വരുമല്ലോ. അതിൽ റൂട്ട് 2യുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വിവേകപൂർവ്വം 4 ഇൻറ്റു 5 എന്ന് കണക്കിലെടുക്കണം. അപ്പോൾ 4ന്റെ റൂട്ട് 2 പുറത്ത് വരും, റൂട്ട് 5 അവിടെ കിടക്കുന്ന റൂട്ട് 5ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതേമാതിരി ഇനി ഇതിനോ 40 എങ്ങനെ ഇത് ചെയ്യണം, 40 8 ഇൻറ്റു 5 ചെയ്യരുത്, കാരണം 8ന്റെ റൂട്ട് നമുക്ക് അറിയില്ല അല്ലേ. എന്നാൽ 4 ഇൻറ്റു 10 ചെയ്യാം, കാരണം 4ന്റെ റൂട്ട് നമുക്കറിയാം. അപ്പൊ 40 4 ഇൻറ്റു 10 എന്ന് എഴുതുന്നു. ആ 4ന്റെ റൂട്ട് 2 ആണ്. അപ്പൊ 2 റൂട്ട് 10 എഴുതാൻ പറ്റും. ഇതിന് റൂട്ട് 5 റൂട്ട് 5 എന്ന് തന്നെ എഴുതുന്നു. റൂട്ട് 80 അതിന് നമ്മൾ 16 ഇൻറ്റു 5 എന്ന് എഴുതണം. കാരണം 8 ഇൻറ്റു 10 എഴുതിയ 8ന്റെ റൂട്ട് അറിയില്ല അല്ലേ. അപ്പൊ എന്ത് വേണം, 16 ഇൻറ്റു 5 80 ആണല്ലോ. ഈ 10 50 5 6 30 80. അപ്പൊ 16 ഇൻറ്റു 5 എന്ന് എഴുതിയാൽ 16ന്റെ റൂട്ട് 4 ആണ്. അപ്പൊ റൂട്ട് 4 പുറത്ത് വരും, 4 റൂട്ട് 5 എന്ന് വരും. അപ്പൊ ഈ മോഡിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ അത് 10ന്റെയും 5ന്റെയും വരുന്ന രീതിയിൽ വേണം എഴുതാൻ. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അല്ലെങ്കിൽ റൂട്ടും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടി വരും. അത് തന്നിട്ടുമില്ല. അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന റൂട്ട് വരുന്ന രീതിയിൽ ചെയ്യണമെന്നല്ല, ഈ രീതിയിൽ ചെയ്യണമെന്നാണ്. ഇനി നമ്മൾ നോക്കൂ, ഒരു റൂട്ട് 10ഉം 2 റൂട്ട് 10ഉം അത് കൂട്ടി 3 റൂട്ട് 10. റൂട്ട് 5 എത്ര ടേംസ് ഉണ്ട്, 2 റൂട്ട് 5 മൈനസ് റൂട്ട് 5 മൈനസ് 4 റൂട്ട് 5. ഇത് രണ്ടും കൂടി ചേർന്നാൽ മൈനസ് 5 റൂട്ട് 5. ഇത് പ്ലസ് 2 റൂട്ട് 5 എന്ന് പറഞ്ഞാൽ മൈനസ് 3 റൂട്ട് 5. അപ്പൊ നമുക്ക് ഈ ടേമിനെ ഒന്നായിട്ട് ഇങ്ങനെയാക്കി മാറ്റാൻ പറ്റും. 15 ഡിവൈഡ് ബൈ 3 റൂട്ട് 10 മൈനസ് 3 റൂട്ട് 5. ഇനി ഡിനോമിനേറ്ററിൽ നമുക്ക് റേഷണലൈസ് ചെയ്യുന്നുണ്ട് ഡിനോമിനേറ്ററിനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 15 ഡിവൈഡ് ബൈ 3 റൂട്ട് 10 മൈനസ് 3 റൂട്ട് 5 3 റൂട്ട് 10 പ്ലസ് 3 റൂട്ട് 5 ഡിവൈഡ് ബൈ 3 റൂട്ട് 10 പ്ലസ് 3 റൂട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റാഷണലൈസിങ് ഫാക്ടർ ഉണ്ട്, യൂണിറ്റ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ന്യൂമറേറ്റർ എന്താവും, 15 ഇൻറ്റു 3 റൂട്ട് 10 പ്ലസ് 3 റൂട്ട് 5 ആയി. ഡിനോമിനേറ്ററോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആവും. അപ്പൊ എന്താവും, 3 റൂട്ട് 10 സ്ക്വയർ മൈനസ് 3 റൂട്ട് 5 സ്ക്വയർ ആവും അല്ലെ. ന്യൂമറേറ്റർ എന്താവും, 15 ഇൻറ്റു 3 45 റൂട്ട് 10 15 ഇൻറ്റു 3 45 റൂട്ട് 5 എന്നാവും. ഇത് നോക്കൂ, 3 സ്ക്വയർ 9 റൂട്ട് 10 സ്ക്വയർ 10 90 എന്നാവും. ഈ ടേം 9 ഇൻറ്റു 10 90 എന്നാവും. അതേമാതിരി ഇവിടെ 3 സ്ക്വയർ 9 ആണ്, ഇത് 5 ആവും. റൂട്ട് 5ന്റെ സ്ക്വയർ 5 ആണ്. അപ്പോൾ 9 ഇൻറ്റു 5 45. അപ്പൊ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി, 45 റൂട്ട് 10 പ്ലസ് 45 റൂട്ട് 5 മൈനസ് 90 മൈനസ് 45 ആയി. അപ്പൊ എന്താ, ഡിനോമിനേറ്ററിലും ഒരു 45 പുറത്തെടുക്കാം. ന്യൂമറേറ്ററിന് ഡിനോമിനേറ്റർ 45 ഉണ്ട്. 45 വെട്ടിപ്പോകുന്നു. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ത് മാത്രമേ, റൂട്ട് 10 പ്ലസ് റൂട്ട് 5 മാത്രമായി. റൂട്ട് 10 3.2 ആണ്, റൂട്ട് 5 2.2 ആണ്. കൂട്ടിയാൽ 5.4 നമുക്ക് ഉത്തരം കിട്ടും. അവർ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പോകുമ്പോൾ റൂട്ട് 10ന്റെ റൂട്ട് 5യുടെ വാല്യൂ മാത്രം അറിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ സ്റ്റെപ്സും നമ്മൾ പ്ലാൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് തെറ്റും. നമ്മൾ ചെയ്ത തെറ്റായിരിക്കില്ല, പക്ഷെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റാതെ വരും. അത് ഓർക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തപ്പോഴും ആദ്യം ഒന്ന് തെറ്റിച്ചു, റൂട്ട് കൊടുത്തിട്ട് ചെയ്ത് നോക്കി. അപ്പോഴാണ് അവസാനം നോക്കുമ്പോൾ റൂട്ടൂടെ വരും നമുക്കറിയാമായിരിക്കാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക അല്ല വേണ്ടത്. ഇവർ തന്ന വഴിക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള സംഭവം കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഓക്കെ. അടുത്ത പ്രോബ്ലം. ഈ പ്രോബ്ലം പ്രീവിയസ് ഇയർ ആണ്. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പ്രീവിയസ് ഇയർ ആയിരുന്നു. ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നതാണ്. നോക്കൂ, given 2 to the power of x into 4 to the power of x is equal to 8 to the power 1/3 into 30 to the power of 1/5. Find x എന്നാണ് ചോദ്യം. ഇത് വളരെ സിമ്പിൾ ആണ്. 2 to the power of x into 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. അപ്പൊ 2 സ്ക്വയർ to the power of x എന്ന് പറഞ്ഞാൽ 2 to the power of 2x ആണ് അല്ലെ. 2 to the power of x എന്ന് കഴിഞ്ഞാൽ 2x ഹോൾ പവർ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോ ഇത് രണ്ടും കൂടി ഇത് ചെയ്താലോ, എക്സ് പ്ലസ് 2x എന്ന് വരും. ഞാൻ എല്ലാ സ്റ്റെപ്പും അനാവശ്യമായിട്ട് എഴുതിയിട്ടില്ല. എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പൊ ഞാൻ നേരെ 2 to the power of 3x എന്ന് എഴുതി കേട്ടോ. 2 to the power of 3x. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കൂ, 8 എന്ന് പറഞ്ഞാൽ 2 to the power of 3 ആണല്ലോ. അപ്പോൾ 2 to the power of 3 അതിന്റെ പവർ 1/3 വരുമ്പോൾ 2 to the power of 3 into 1/3 എന്ന് എഴുതാം. അതേമാതിരി 32 എന്ന് പറഞ്ഞാൽ 2 to the power of 5 ആണ്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2 to the power of 5 into 1/5 എന്നും എഴുതാം അല്ലെ. 3 into 1/3 1 ആണ്. അപ്പൊ 2 മാത്രമായി. അതേമാതിരി 5 into 1/5
1 ആണ്. അപ്പൊ അതും 2 ആണ്. അപ്പൊ അത് 2 സ്ക്വയർ അല്ലെങ്കിൽ 4. ഞാൻ 2 സ്ക്വയർ എന്ന് എഴുതാൻ കാരണം അവന്റെ വരുമ്പോൾ നമുക്ക് 2 to the power of 3x 2 to the power of 2 എന്ന് എളുപ്പത്തിൽ പറയാം അല്ലെ. അപ്പൊ 3x ആണ് 2, കാരണം പവർ സെയിം ആണ്, ബേസ് സെയിം ആണെങ്കിൽ, ശരിയല്ലേ. അപ്പൊ 3x 2 ആണ്, അഥവാ x 2/3 ആണ്. നമ്മുടെ ആൻസർ ഇവിടെ 2/3 എന്നാണ്. ഓർക്കുക, ഇത് പ്രീവിയസ് എക്സാം ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, അടുത്തത് വളരെ സിമ്പിൾ ആണ്. സിംപ്ലിഫൈ 4th root of 81 x to the power of 8 y to the power of 4 z to the power of 16. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ടേമിന് 1/4 പവർ അപ്ലൈ ചെയ്യാം. 81 to the power of 1/4, x to the power 8 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ 1/4 കൂടി ചെയ്യുമ്പോൾ 8/4, yക്ക് 4 ഓൾറെഡി പവർ ആണ്, 4/4 പവർ ആവും. z ഓൾറെഡി പവർ 16 ആണ്, 1/4 വരുമ്പോൾ 16/4 എന്നായി മാറും അല്ലെ. അപ്പോ നമുക്കറിയാം 3 into 3 9, 9 into 9 81 ആണ്. അപ്പോ 81ന്റെ 4th റൂട്ട് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. x to the power of 8/4 എന്ന് പറഞ്ഞാൽ x to the power of 2 ആണ്. y to the power of 4/4 എന്ന് പറഞ്ഞാൽ y to the power of 1 ആണ്. z to the power of 16/4 എന്ന് പറഞ്ഞാൽ z to the power of 4 ആണ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3x² y z to the power 4 എന്നാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്തത് വളരെ സിമ്പിൾ ആണ്. സിംപ്ലിഫൈ 4th root of 81 x to the power of 8 y to the power of 4 z to the power of 16. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ടേമിന് 1/4 പവർ അപ്ലൈ ചെയ്യാം. 81 to the power of 1/4, x to the power 8 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ 1/4 കൂടി ചെയ്യുമ്പോൾ 8/4, yക്ക് 4 ഓൾറെഡി പവർ ആണ്, 4/4 പവർ ആവും. z ഓൾറെഡി പവർ 16 ആണ്, 1/4 വരുമ്പോൾ 16/4 എന്നായി മാറും അല്ലെ. അപ്പോ നമുക്കറിയാം 3 into 3 9, 9 into 9 81 ആണ്. അപ്പോ 81ന്റെ 4th റൂട്ട് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. x to the power of 8/4 എന്ന് പറഞ്ഞാൽ x to the power of 2 ആണ്. y to the power 4/4 എന്ന് പറഞ്ഞാൽ y to the power of 1 ആണ്. z to the power of 16/4 എന്ന് പറഞ്ഞാൽ z to the power of 4 ആണ്. അപ്പോ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3x² y z to the power 4 എന്നാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ നോക്കുകയാണ്. ഇത് പ്രീവിയസ് എക്സാമിന് വന്നതാണ്. ഇതൊരല്പം ട്രിക്കി കൂടിയാണ്. നമുക്ക് നോക്കാം. Given a is equal to 7 minus 4 root 3, then find square root a plus 1 by square root a. ഓക്കെ, ഇതിൽ ട്രബിൾസം ടേം ആയിട്ട് നമുക്ക് തോന്നുന്നത് 1 by square root a ആണല്ലോ. അപ്പോൾ നമുക്ക് അതാദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 1 by square root a എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും? 1 by square root 7 minus 4 root 3 ആണ് അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ റേഷണലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ 7 under root 7 plus 4 root 3 divided by under root 7 plus 4 root 3 എന്നുള്ള റേഷണലൈസിങ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്റർ 7 under root 7 plus 4 root 3 റിട്ടേൺ ചെയ്തു. ഡിനോമിനേറ്റർ എന്താ വരുന്നത്? under root 7 minus 4 root 3 into 7 plus 4 root 3 a minus b into a plus b. അപ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിട്ട് അത് മാറും. അപ്പോൾ അതെന്തായി മാറും? under root 7 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ റൂട്ട് 3 സ്ക്വയർ എന്നാവും. ശരിയല്ലേ? രണ്ട് ടേമിനെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്താവും? നോക്കൂ, ഞാനത് ആ ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. 7 49. ഇവിടെയോ 4 into 4 16. under root 3 സ്ക്വയർ 3 ആണ്. അപ്പൊ 16 4 into 4 into 3 16 into 3 48 എന്ന് വരും അല്ലെ. അപ്പൊ ഫലത്തിൽ 49 മൈനസ് 48 എന്നാണ് ഡിനോമിനേറ്റർ. അത് 1 ആണ്. റൂട്ടിന്റെ അകത്ത് 49 മൈനസ് 48 എന്നാണ് വന്നത്. അത് 1 ആണ്. റൂട്ട് 1 തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇത് വെറും ന്യൂമറേറ്റർ ആയിട്ടുള്ള root 7 plus 4 root 3 എന്ന് റിമെയിൻ ചെയ്യും. അതായി മാറും. ഇറ്റ് റെഡ്യൂസസ് ടു ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അങ്ങനെയാണെങ്കിൽ റൂട്ട് എ പ്ലസ് 1 ബൈ റൂട്ട് എ എന്താണെന്ന് നോക്കാം. 7 ബൈ, അപ്പൊ ഈ ഫസ്റ്റ് ടൈം എന്താ? 7 മൈനസ് ഇത് തന്നെ, റൂട്ട് 7 മൈനസ് 4 റൂട്ട് 3 അല്ലേ, പ്ലസ് അണ്ടർ റൂട്ട് 7 പ്ലസ് 4 റൂട്ട് 3. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റ്
ഇവിടെ വെച്ച് നിർത്തുക ചെയ്യുക. കാരണം പിന്നീട് മുന്നോട്ട് പോകാൻ അങ്ങനെ ഒരു സാധ്യത അവൻ കാണുന്നില്ല, അല്ലെങ്കിൽ അവൾ കാണുന്നില്ല. പക്ഷേ ഇതിന് ഒരു ഹയർ ലെവൽ തിങ്കിങ് പോസിബിൾ ആണ്. അതെന്താണ്? ഇത് പ്രീവിയസ് എക്സാം വന്നത് കൂടിയാണ്. ഇപ്പൊ സാധാരണ ഏതൊരു സ്റ്റുഡൻറ്റും ക്ലാസ് റൂമിൽ വെച്ചിട്ട് ചിലപ്പോൾ എക്സാമിനേഷൻ ഹോളിൽ വെച്ചിട്ട് ചിലപ്പോൾ അവിടെ വെച്ചിട്ട് നിർത്തിയെന്ന് വരും. അത് ഫർദർ പ്രൊസീഡിങ് അത് ഇൻഡു അല്ല ഈ രണ്ട് ടേം. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എടുക്കാമല്ലോ. ഇതിപ്പോൾ അതല്ലല്ലോ, അല്ലേ? ഇൻ ബിറ്റ്വീൻ സൈൻ ഓപ്പറേഷൻ പ്ലസ് ആണ്. പക്ഷേ ചിന്തിച്ചാൽ ഇവിടെ വേറൊന്ന് കാണും. നോക്കൂ, 7-4√3 എന്ന് പറയുന്നത് 2-√3 സ്ക്വയർ ആണ്. ഓക്കെ, അതേമാതിരി 7+4√3 എന്ന് പറയുന്നത് 2+√3 സ്ക്വയർ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യം പ്ലസ് ഉള്ളതിന്റെ നോക്കൂ. 2+√3 സ്ക്വയർ എന്താ വരിക? a² + 2ab + b² അല്ലേ? അപ്പൊ a² എന്താ? 2 × 2 4. b² എന്താ? √3 സ്ക്വയർ 3. അപ്പൊ a² + b² എന്തായി മാറും? 4 + 3 7 ആവും, അല്ലെ? പിന്നെ എന്താ വേണ്ടത്? 2ab. 2ab എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 × √3 4√3. അപ്പോ a² + b² എന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു 4 + 3 7 പറഞ്ഞു. അതേമാതിരി 2ab എന്ന് പറഞ്ഞാൽ 2 × 2 × √3 4√3 എന്ന് പറഞ്ഞു. അപ്പൊ 2 + √3 സ്ക്വയർ അല്ലേ 7 + 4√3? അതെ, പറഞ്ഞ മനസ്സിലായില്ല? സത്യത്തിൽ ഞാൻ ഇവിടെ വെച്ച് പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്തത്, പിന്നെ റെഫർ ചെയ്തപ്പോഴാണ് അങ്ങനെയെല്ലാം ഫർദർ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായത്. ഇനി 2-√3 സ്ക്വയറിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവിടെ അത് a-b² ഫോമിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2-3 സ്ക്വയറിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്, 7-4√3 കുറിച്ചാണ് പറഞ്ഞത്. 7-4√3 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് a-b² ഫോമിലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട്? നോക്കൂ, 2-√3 എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് 4, a² 4, b² -b² 3, -b² × പ്ലസ് ആവുമല്ലോ 3. അപ്പൊ a² + b² എന്തായി മാറി? 7. പിന്നുള്ള ടേം എന്താ? -2ab. 2 × 2 × √3 -4√3. 7 - 4√3 എന്നായി മാറും. ഇത് സ്ക്വയർ ചെയ്താൽ അതാണിത്. തിരിച്ചു പറഞ്ഞാൽ ഇത് ഇതാണ്, അല്ലെ? ഇത് ഇതുമാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ ഇപ്പൊ നമ്മുടെ √a + 1/√a എന്നുള്ളത് എന്തായി മാറി? √2-√3² + √2 + √3² എന്നായി മാറി. റൂട്ടിന്റെ അകത്ത് സ്ക്വയർ വന്നാൽ സ്ക്വയറും പോയി റൂട്ടും പോയി. വെറും എന്ത് മാത്രമായി? 2-√3 + 2√3 എന്നായി മാറിയില്ലേ? 2-√3 + 2√3 എന്നായി മാറിയില്ലേ? -√3 + √3 ക്യാൻസൽ ചെയ്യില്ലേ? പിന്നെ അവശേഷിക്കുന്ന 2 + 2 അല്ലേ? അതപ്പോൾ 4 അല്ലേ? ഉത്തരം 4 ആണ്. ചുരുങ്ങിയ പക്ഷം ഇത് ഒബ്ജക്റ്റീവായി വന്നിട്ടോ ആൻസർ 4 എന്ന് കണ്ടാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും രീതിയിൽ പ്രൊസീഡ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ അധിക പേരും ഇവിടെ എത്തുമ്പോൾ ശ്രമം സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഹയർ തിങ്കിങ് വേണ്ട ചോദ്യങ്ങൾ പോലും CBSEക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാലും മുന്നോട്ട് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് പോലും ചിന്തിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് x √2 + 1 ഫൈൻഡ് x + 1/x. ഇവിടെ √x/1/√x എന്നുള്ള രീതിയിലല്ല, x + 1/x കാണേണ്ടതുള്ളൂ. അപ്പൊ നോക്കൂ, നേരത്തെ മാതിരി ആദ്യം നമുക്ക് 1/x ഇവാലുവേറ്റ് ചെയ്യാം. 1/x √2 + 1 1/√2 + 1 1/√2 + 1 ഇൻറ്റു റാഷണലൈസിങ് ഫാക്ടർ √2 - 1 √2 - 1. അപ്പൊ എന്ത് സംഭവിക്കും? ന്യൂമറേറ്റർ √2 - 1, ഡിനോമിനേറ്റർ a + b × a - b, a² - b² ആണ്. √2² - 1² ആയിട്ട് മാറും. √2² എന്ന് പറഞ്ഞാൽ 2 ആണ്, 1² 1 ആണ്. ഡിനോമിനേറ്റർ 2 - 1 ആണ്. അപ്പോൾ അത് ഡിനോമിനേറ്റർ 1 ആണ്, അതുകൊണ്ട് വാല്യൂ ഒന്നാകെ ന്യൂമറേറ്റർ ആയിട്ടുള്ള √2 - 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x + 1/x എന്താ? √2 + 1 ആണ് x, √2 - 1 ആണ് 1/x. അപ്പൊ അത് സമ്മപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ a + b² a - b² എന്നുള്ള തൊട്ടുമ്പത്തേലേക്ക് പോകേണ്ട ആവശ്യമില്ല, ആ രീതിയല്ല. പറഞ്ഞ മനസ്സിലായില്ല? അപ്പൊ ഇപ്പൊ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. √2 + 1 + √2 - 1 ആണല്ലോ. √2 √2 ആഡ് ചെയ്താൽ 2√2 ആവും. +1 - 1 ആഡ് ചെയ്താൽ 0 ആവും.
അപ്പോൾ നമ്മുടെ ആൻസർ വളരെ സിമ്പിളാണ്, 2√2 എന്നാണ് ഈ പർട്ടിക്കുലർ കേസിലെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2√3 ഫൈൻഡ് എക്സ് ക്യൂബ് പ്ലസ് 1/x³ ആണ്. ഇപ്പൊ നമ്മൾ ഇതിൽ ആദ്യം 1/x³ എന്ന ടേം ഇവാലുവേറ്റ് ചെയ്യാം. 1/x³ എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് √3³ 1 plus 2√3³ into 2 minus √3³ by 2 minus √3³. ന്യൂമറേറ്റർ എന്താ 2 minus √3³. ഡിനോമിനേറ്റർ എന്താ 2 plus √3 into 2 minus √3 ഹോൾ ക്യൂബ് ആണ്. 2 plus √3 into 2 minus √3 എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ, 2 plus √3 into 2 minus √3 2 square minus √3². 2 square minus √3² ആണ്. അപ്പോൾ 2 സ്ക്വയർ എന്താ 4 ആണ്, √3² എന്താ 3 ആണ്, 4 മൈനസ് 3 1 ആണ്, 1³ ആണ്. അപ്പോൾ ന്യൂമറേറ്റർ മാത്രം അവശേഷിക്കും, 2 മൈനസ് √3³ എന്ന് മാത്രമായി വരും. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. x³ പ്ലസ് 1/x³ സമമാണ് 2 പ്ലസ് √3³ പ്ലസ് 2 മൈനസ് √3³ ആണ്. ശരിയല്ലേ? 2 പ്ലസ് √3³ പ്ലസ് 2 മൈനസ് √3³ ആണ്. ഇത് നമുക്കറിയാം, എ പ്ലസ് ബി³ പ്ലസ് എ മൈനസ് ബി³ ആഡ് ചെയ്യുന്നത് ഒരു ജനറൽ ഇതായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ പ്ലസ് ബി³ പ്ലസ് എ മൈനസ് ബി³ നോക്കൂ, ഇതിൽ ഫസ്റ്റിന്റെ എക്സ്പാൻഷൻ എന്താ a³ പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b³. എ പ്ലസ് ബി³ ആണെങ്കിൽ എല്ലാ ടേമും പോസിറ്റീവ് ആണ് വരിക, അല്ലേ? നേരെ മറിച്ചിട്ട് എ മൈനസ് ബി³ എടുത്താലോ അതിൽ a³ പോസിറ്റീവ് ആയിരിക്കും, അല്ലേ? നേരെ മറിച്ചിട്ട് 3a² b എന്നുള്ളത് ബിക്കാണല്ലോ നെഗറ്റീവ് ഉള്ളത്, അത് 1 ടൈം വരുമ്പോൾ അതിന്റെ ടോട്ടൽ സൈൻ മൈനസ് ആയി മാറും, 3a² b. നേരെ മറിച്ച് ab² ആ മൈനസിന്റെ സ്ക്വയർ ആയത് കാരണം അത് വീണ്ടും പോസിറ്റീവ് ആവും, പ്ലസ് 3ab². നേരെ മറിച്ചിട്ട് ബി നെഗറ്റീവ് ആയത് കാരണം ബിയുടെ ക്യൂബ് വരുമ്പോൾ വീണ്ടും നെഗറ്റീവ് ആയിട്ട് തന്നെ അവശേഷിക്കും, അതുകൊണ്ട് മൈനസ് b³. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇനി ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ a³ 2 തവണ വരും പോസിറ്റീവ് ആയിട്ട് തന്നെ, അപ്പൊ അത് 2a³ എന്നായി മാറും, അല്ലെ? 3ab² രണ്ടിലും പോസിറ്റീവ് ആയിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് 3ab² പ്ലസ് 3ab² 6ab² ആയിട്ട് അത് മാറും. നേരെ മറിച്ചിട്ട് നോക്കൂ, 3a² b ഒരു വശത്ത് വരും, മൈനസ് 3a² b മറുവശത്ത് വരും, മറ്റേ ബ്രാക്കറ്റിൽ വരും, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. പ്ലസ് b³ ഒന്നിൽ വരും, മൈനസ് b³ മറ്റേതിൽ വരും, അതും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും? 2a³ പ്ലസ് 6ab² എന്ന് മാത്രമായി വരും. അതേ ലോജിക്ക് നമുക്ക് ഇവിടെ, ഇത് ബൈഹാർട്ട് അറിയുന്നവർക്ക് ഇതേ ലോജിക്ക് നേരിട്ട് അല്ലെങ്കിൽ ഫുൾ എഴുതണം, അതിൽ നിൽക്കാതെ ഈ ലോജിക്ക് അറിയുന്നവർക്ക്, ഇത് ബൈഹാർട്ട് അറിയുന്നവർക്ക് ഇതിവിടെ അപ്ലൈ ചെയ്യാം. 2a³ 2 into 2³ പ്ലസ് 6ab². 6 into a 2 ആണ്, √3 ആണ് b അതിന്റെ സ്ക്വയർ. അപ്പൊ 2³ 8 ആണ്, 8 into 2 16 ആണ്. ഇനി ഈ ടേം എന്താ 6 2 12, √3² 3 ആണ്, 12 3 6 2 12 into 3 36 ആണ്. അപ്പൊ റിസൾട്ട് 16 പ്ലസ് 36 എന്ന് വരും. 16 പ്ലസ് 36 എന്ന് പറഞ്ഞാൽ 36 42 10 52 എന്ന് നമുക്ക് ഇവിടെ ഈ പർട്ടിക്കുലർ കേസിലെ ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം നോക്കിയിട്ട്. ഓക്കെ.